സൂര്യനാദം, ഭക്തിനാദം വിദ്യ തമിഴിലിരുന്ന് എടുത്ത് മലയാളത്തിൽ പങ്കുവയ്ക്കുന്നത് പുറമേ ഉള്ള വസ്തുക്കളെ പറയുന്നത് അല്ല, സീമയിൽ ഉള്ളതിന് അല്ല. സൂര്യനാദം മൊത്തം കേട്ടവർക്ക് ശരീര അവയവങ്ങളെക്കുറിച്ച്, അതിൽ ഭക്തി നേടിയവരെക്കുറിച്ച് പറഞ്ഞത് ശരീര അകമുഖ കാഴ്ചയിന് പറയുന്നത്. പ്രാണായാമം പൊരുള് ശരീരം അകത്ത്. പ്രാണൻ ശ്വാസം വലിക്കുന്നത്, അതിനെ യാമക്കണക്കിൽ കെട്ടി നിർത്തുന്നത്. സംസ്കൃതം പറയുന്ന പ്രാണായാമം കളിക്കുട്ടികളുടെ പ്രാണായാമം. 2000 മുൻപ് ജീവിക്കുവാൻ പ്രാണായാമം. പാമ്പു തണുത്ത ശരീരം ചൂടാക്കി മുട്ട വിരിയിക്കുന്നത് പ്രാണായാമം ചെയ്യുന്നത്, അത് അതിൻ്റെ കർമ്മ പ്രാണായാമം. ഒരു ദിവസം 16 പങ്കുവച്ച് അതിനെ കാണി എന്ന് പറയുന്ന കണക്ക് പ്രാണായാമം ചെയ്യുന്നത് ലക്ഷ്യ പ്രാണായാമം, അത് ഭക്തി പ്രാണായാമം, ദിവ്യ പ്രാണായാമം. സൂര്യനിൽ അലിഞ്ഞ പ്രാണായാമ പൊരുൾ കാണുവാൻ. ഇന്ന് പാമ്പ് പേര് പറയുന്നത് ചിലർ കളിയാക്കുന്നു, അവർ ഗ്രന്ഥങ്ങളിൽ അതിനെ പറയുന്നുണ്ട്, ചിലർ പൂജിക്കുന്നുണ്ട്, ചിലർ അവരുടെ വിശ്വാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിലനിർത്തുന്നുണ്ട്. സത്യത്തിനെ മനസ്സിലാക്കി. സംസ്കൃതം മറ്റു മതങ്ങൾ സീമയിലെ കഥ പറയും. ജനങ്ങൾ അതിൻ്റെ പിന്നാൽ ഒന്ന് പറഞ്ഞ്, രണ്ട് പറഞ്ഞ്, പറഞ്ഞതിനെ തിരിച്ച് പറഞ്ഞ് അതിനെ വിശ്വസിക്കുന്നു. അവിടെ ആഡംബരം, ആഹാരം. അവരുടെ വാക്കുകൾ കേൾക്കുന്നത് നിങ്ങൾ പഠിച്ചാലും ആ കർമ്മങ്ങൾ നിങ്ങൾക്കും ചെയ്യാം. ഇവിടെ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മൂച്ചയടക്കി 1-2 എണ്ണി കളിക്കുന്ന കളി പ്രാണായാമം, അത് ചെയ്യുന്നവർ അനേകമുണ്ട്. അത് ആർക്കാണ് ഗുണം? അവർക്ക്. 2000 മുൻപ് ജീവിത പ്രാണായാമം. 60 വയസ്സ് കഴിഞ്ഞവർ ഈ വാക്കുകൾ മനസ്സിലാക്കും. അന്ന് തെരുവോരങ്ങളിൽ സൈക്കിൾ ചവിട്ട് ഗ്രാമങ്ങളിൽ നടത്തുന്നതിൽ അവിടങ്ങളിൽ കുഴിയെടുത്ത് ഒരാളുടെ മുഖം അതിൻ്റെ ഉള്ളിൽ വെച്ച് മണ്ണിട്ട് മൂടി മൂക്കുവഴി ശ്വാസം പുറത്ത് പോകാതെ വണ്ണം മണ്ണ് മൂടി അടുത്തുള്ളവരെ വിളിച്ച് കാണിച്ച് 5 നിമിഷ നേരം കഴിഞ്ഞ് മുഖം പുറത്ത് എടുക്കുന്നതിൽ ആ ശരീരം വിയർക്കുന്നത്, വയറ് ചുരുങ്ങി വിരിയുന്ന വലുപ്പം കണ്ടവർ 60 വയസ്സിന് കൂടുതൽ ഉള്ളവർ അറിയുന്നത്. അത് ആർക്ക് വേണ്ടിയുള്ള പ്രാണായാമം? ആ ഗുണം ആർക്കാണ്? അന്ന് അങ്ങനെ ചെയ്ത് പൈസ പിരിച്ച് അവർക്ക് ജീവിക്കാൻ വേണ്ടി. പാമ്പു അതിൻ്റെ ലക്ഷ്യം സ്ഥാനം മുട്ട വിരിയണം, ശരീരം തണുപ്പ് ചൂടാക്കുന്നത്, ആഹാരം കഴിക്കാതെ ശ്വാസത്തിനെ വലിച്ച് നിർത്തി. തുടക്കം 5-6 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് പിന്നെ ആഹാരം ഒഴിവാക്കി ശ്വാസം പിടിച്ച് ഇരുന്ന് ശരീരത്തിൽ ചൂട് ഉണ്ടാക്കി മുട്ട വിരിയിക്കുന്നത്. അന്ന് മണം കേട്ട് ചിലർ പറയും, ഇന്ന പാമ്പ് ഇന്ന സ്ഥലത്ത് മുട്ട വിരിഞ്ഞ് കിടക്കുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ഗുണം ആർക്കാണ്? പാമ്പ്. ഗ്രന്ഥങ്ങളിൽ പറയുന്ന പ്രാണായാമം നമുക്കാണോ ഗുണം? അല്ല, ആ ചെയ്ത ശരീരത്തിന്. അങ്ങനെ ഉള്ളവർ സത്യം എന്ത് ഇന്ന് ഉള്ളവർക്ക് അറിയുകയില്ല. എന്ത് കിട്ടിയാലും വലിച്ചു വാരി തിന്നുന്നത് പോലെ
എന്ത് കിട്ടിയാലും വളവള എന്ന് പറഞ്ഞ് ജനങ്ങളിൽ കയ്യടി നേടി പ്രവർത്തിക്കണം പണത്തിനു വേണ്ടി. ഇന്ന് ഭാരതത്തിൽ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിമിൻ്റെ ഫോട്ടോ ഒരേ ഇതിൽ 3 തരമുണ്ട്. അത് ഇന്ന് ഭാരതത്തിൽ ഏത് മതക്കാരുടെ വീട്ടിൽ വയ്ക്കും? അങ്ങനെ വച്ചാൽ ആ മതസംഘടനകൾ അയാളെ എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരിലും ഈ പ്രാണായാമ ചിട്ട ഉണ്ട്. പറഞ്ഞു ഖാദിർ ഭാഷ, ഗുണംകുടി മസ്താൻ, അനേകം ഉമർ പുലവർ, അനേകം ഉണ്ട്. അവർ നിമിത്തത്തിനെ എവിടെ കൊണ്ട് നിങ്ങൾ വയ്ക്കും? അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും പാമ്പിന്റെ കാര്യം എന്തുകൊണ്ടാണ് വരുന്നത്? മനസ്സിലാക്കുക വേണം. അത് സീമയിൻ്റെ വിചാരത്തിൽ കൂടി ആകരുത്, ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടി ആകണം. അങ്ങനെ പഴയ കണക്ക് നിങ്ങൾക്ക് ഇന്നുള്ളവർക്ക് അറിയുകയില്ല. ഭാരത മതക്കാർക്ക് അറിയും. ചിലർക്ക് പഴയ കണക്ക്, ക്ഷണം, മാത്ര, വിനാഴിക, നാഴിക, യാമം, 4 യാമം ഒരു ദിവസം. ഇത് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. മറമുഖമായി പറയുന്നത്, നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ അത്രയും 18 കണക്കിന് മുകളിലുള്ളത്, തമിഴിൽ അല്ലാത്തത് മൊത്തം. തമിഴിൽ അടിസ്ഥാനപരമായി എഴുതിയിട്ടുണ്ട്. അത് നാരായണ ഗുരുവിൻ്റെ ചരിത്രത്തിൽ തുടക്കം ആ വിദ്യ ആദരിച്ച് പഠിച്ചത്, ആശാനായി പണ്ഡിതനായി വന്നത് 23 വയസ്സ് വരെ. അത് വേറെ ഭാഷയല്ല പഠിച്ചത്, തമിഴ്, സംസ്കൃതം, മലയാളം. അങ്ങനെ ഉള്ളവർക്ക് ആ കണക്ക് പഠിച്ച് അറിഞ്ഞാലേ ഇങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ. ഈ 4 യാമം ഒരു ദിവസം, പ്രാണയാമം 2 കണക്കിലും വാക്കിലും മനസ്സിലാക്കാം. യാമം കണക്കില്ലാതെ ചെയ്യുന്നത്, ഒരു ദിവസം 4 യാമം അതിൻ്റെ ചിട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നു. പ്രാണയാമം ചിട്ടയില്ലാതെ കൂടുതൽ സമയം നിൽക്കുന്നു. അത് മനസ്സിലാക്കാതെ ഇന്ന് മതപണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇന്ന് ലോകത്തിൽ എന്താണ്? മതം ആരെങ്കിലും കൊല്ലുവാൻ പറഞ്ഞിട്ടുണ്ടോ? തീണ്ടുവാൻ പറഞ്ഞിട്ടുണ്ടോ? സീമയിലെ മതം നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ആ പ്രവർത്തനത്തിന് പിന്നിലിരുന്ന് പണം വരുന്നത് കൊണ്ട് പഠിപ്പറിവിൻ്റെ ബോധം മത അറിവിൽ നിങ്ങൾക്ക് ഇല്ല. അങ്ങനെ തീവ്രവാദം ചെയ്യുന്ന ആർക്കായാലും, പാമ്പ് ആഹാരം കഴിക്കാതെ ശ്വാസം വലിക്കുന്നതിനെ പുറത്ത് കളയാതെ ശരീരത്തിൽ ചൂട് ഉണ്ടാക്കുന്നതിൽ, സകല നാഡി ഞരമ്പുകളിൽ എത്തുന്നതിൽ, വിശപ്പ് തനിമ സഹിച്ച് ദിവസങ്ങളോളം ഇരിക്കുന്നത് പാമ്പ്. അതിൻ്റെ തത്വങ്ങൾ അതിൻ്റെ ഗവേഷണശാലയിൽ ചെന്ന് അന്വേഷിക്കാം. അപ്പോൾ ഇത് പ്രാണായാമ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ. പാമ്പുവിൻ്റെ ഈ വിഷയത്തിൽ അതിൻ്റെ ശക്തിയെപ്പോലെ ആക്കുന്നത് ഗ്രന്ഥങ്ങളിൽ കാണുന്ന പാമ്പു നടരാജ രൂപം വരെ ഈ പ്രാണായാമ തത്വത്തിലിരുന്ന് ഉണ്ടാകുന്ന 36 കണക്ക് മുടി. ഈ 36 കണക്കിൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ 18ൻ്റെ മുകളിൽ പറയുന്നത്. യഥാർത്ഥ പ്രാണായാമം ഒരു കണക്ക് 1 പാതിയാക്കിയാൽ അര എന്ന് പറയും, 4 1 ഭാഗത്തിന് 1/4 എന്ന് പറയും, 8 1 പങ്കിന് അരക്കാൽ എന്ന് പറയും, 16 പങ്ക് വെച്ച് 1 പങ്കിന് കാണി എന്ന് പറയും. ഈ കാണീനെ
നിങ്ങൾ കണക്ക് കൂട്ടുക. നിങ്ങൾ മലയാള ഗ്രന്ഥങ്ങളിൽ ഉണ്ട്, ചില പുസ്തകങ്ങളിൽ കാണി നിലം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ കാണിയാണ് ഇവിടെ പറയുന്നത് പ്രാണായാമം. ഒരു ദിവസത്തിന് 16 പങ്ക് വെച്ചാൽ 1.5 മണിക്കൂർ കിട്ടും. ഒരു പ്രാണായാമ സമയം 1.5 മണിക്കൂർ. പൂരകം, കുംഭകം, രേചകം. അത് സംസ്കൃതം പറയുന്ന പ്രാണായാമം കളി പ്രാണായാമം.